തന്റെ മകൾ വീണ വിജയനെ മാസപ്പടി കേസിൽ ഇഡി ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃപദവിയിൽ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ വിജയനെ മൂന്നാം തവണയും ഇഡി ചോദ്യം ചെയ്യലിൽ വിളിപ്പിക്കുമെന്നതിൽ ഒരു സംശയമില്ല. ഇഡി വീണയുടെ എക്സാലോജിക്കിന്റെ സ്ഥിരം മേൽവിലാസമായ പാർട്ടി ആസ്ഥാനമായ എഗജി സെന്ററിലേക്ക് ഏത് നിമിഷവും ഇരച്ചു കയറാം. ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആക്രമണത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന മുതിർന്ന CPI നേതാക്കളിൽ നേരിട്ട് അവർക്ക് പങ്കുണ്ടെന്ന സത്യവാങ്മൂലം ഇഡി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ സംസ്ഥാന പോലീസിന്റെ അറസ്റ്റ് നേതാക്കൾക്കെതിരെ ഏത് നിമിഷവും ഉണ്ടാകാം. അത് ഇഡിയുടെ സമ്മർദ്ദം അവർ കടുപ്പിക്കുകയാണ്. മകൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ CMRL കരാറുകൾ എക്സാലോജിക്കിന് വഴിവിട്ട് നൽകിയ നീക്കത്തിൽ പിണറായി വിജയനെ ഇഡി ഏത് നിമിഷവും ചോദ്യം ചെയ്യാം. അങ്ങനെ എല്ലാം കൊണ്ടും പരമസുഖമാണ് ശ്രീ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ പിണറായി എന്ന പ്രതിപക്ഷ നേതാവിന് ആ സ്ഥാനം ഒഴിയേണ്ടി വരുമോ, അതോ മനസ്സിലുള്ളത് മറ്റെന്തെങ്കിലുമോ? മകൾ അറസ്റ്റിലായാൽ പിണറായിക്ക് സ്ഥാനം ഒഴിയേണ്ടി വരും. പാർട്ടി സെക്രട്ടറിനേക്കാൾ വലുതല്ലല്ലോ പാർട്ടി മുഖ്യമന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനവും ഒക്കെ. പണ്ട് മകൻ ബിനീഷ് കോടിയേരി ഇഡി കേസിൽ അറസ്റ്റിലായപ്പോൾ ജയിലിലടച്ചത് പരപ്പന അഗ്രഹാര തുറുങ്കിലാണ്. അപ്പോൾ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തൽസ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു. അതിനേക്കാൾ വലിയ ത്യാഗമൊന്നുമല്ലല്ലോ പിണറായി വിജയന്റെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുള്ള സ്ഥാനത്യാഗം. രണ്ടു തരത്തിലാകും പിണറായി വിജയന്റെ നീക്കങ്ങളെന്ന് ഇപ്പോൾ അനുമാനിക്കാം. ഒന്നുകിൽ കോടിയേരി മോഡലിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃപദവിയെ ഒഴിയും. അടുത്തത്, പിണറായി വിജയൻ തനിക്ക് MLA ഹോസ്റ്റലിൽ ഒരു ഫ്ളാറ്റ് അനുവദിക്കണമെന്ന് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ ക്ലിഫ് ഹൗസിലേക്ക് 2 ദിവസം മുമ്പ് താമസം മാറിയപ്പോഴാണ് കന്റോൺമെന്റ് ഹൗസിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കന്റോൺമെന്റ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. അത് പൂർത്തിയാകുന്നതോടെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് പിണറായി വിജയൻ താമസം മാറും. അത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ വാടക വീട്ടിലാണ്. അങ്ങനെ മാറിയാലും ഓഫീസ് സംവിധാനം MLA ഹോസ്റ്റലിലും നിയമസഭയിലുമായി പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. MLA ഹോസ്റ്റലിൽ ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിനായി ഒരു ക്വാർട്ടേഴ്സ് അധികമായി വേണമെന്നാണ് ഇപ്പോൾ CPM സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. നിലവിൽ CPM, CPI, കോൺഗ്രസ് എന്നീ കക്ഷികൾക്ക് MLA ഹോസ്റ്റലിൽ പാർലമെന്ററി പാർട്ടി ഓഫീസ് അനുവദിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനും BJPക്ക് നിയമസഭയിലും ഓഫീസ് അനുവദിച്ചിട്ടുണ്ട്. അപേക്ഷ നൽകുന്ന മുറയ്ക്ക് മറ്റു MLA-മാരുള്ള മറ്റു പാർട്ടികൾക്കും ഓഫീസ് നൽകേണ്ടി വരും. അതിനിടയ്ക്കാണ് CPM MLA ഹോസ്റ്റലിലും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന് പുറമെ ഒരു ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സഭാ സമ്മേളനം ഇല്ലാത്തപ്പോൾ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിൽ ഒരു വിഭാഗം അവിടെയുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ MLA ഹോസ്റ്റലിൽ അധികമായി ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിൽ പകുതിയിലധികം ജീവനക്കാരെ നിയമിച്ചു കഴിഞ്ഞു. ഇവർക്ക് പ്രവർത്തിക്കാൻ നിലവിൽ ഇടമില്ലാതെ കുഴങ്ങുകയാണെന്നാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്ന വിശദീകരണം. കന്റോൺമെന്റ് ഹൗസിലെ അറ്റകുറ്റപ്പണിക്ക് ശേഷം പിണറായി വിജയന്റെ താമസം അങ്ങോട്ടേക്ക് മാറിയാലും ഓഫീസ് സംവിധാനം അങ്ങോട്ടേക്ക് മാറില്ല. കാരണം വളരെ ലളിതമാണ്. ക്ലിഫ് ഹൗസിൽ കഴിഞ്ഞതുപോലെ തീർത്തും സ്വകാര്യമായ ജീവിതമാണ് പിണറായി ഇവിടെയും ഇഷ്ടപ്പെടുക. ക്ലിഫ് ഹൗസിൽ ഇതുപോലെ കന്റോൺമെന്റ് ഹൗസും അകത്തുനിന്നും അടച്ചുപൂട്ടി പിണറായി കുടുംബവും താമസിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു സൂചന. അതായത് കന്റോൺമെന്റ് ഹൗസിൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ കാണാൻ രാപ്പകലില്ലാതെ നേതാക്കളും പ്രവർത്തകരും പൊതുജനവും വന്നത് ഇനി ഓർമ്മയാകും. പിണറായി കന്റോൺമെന്റ് ഹൗസിൽ താമസം തുടങ്ങിയാൽ ഇനി അതൊന്നും അനുവദിക്കില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ MLA ഹോസ്റ്റലിലെ കനത്ത സുരക്ഷയ്ക്ക് തരണം ചെയ്ത് സാധാരണ ജനത്തിന് അവിടുത്തെ ഓഫീസിൽ ചേരേണ്ടി വരും. കാരണം നിയമസഭാ മന്ദിരത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ ഓഫീസിലേക്ക് കടക്കാൻ അതിനും കടുത്ത സുരക്ഷാ കടമ്പുകളുണ്ട്. നിലവിൽ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് ജനത്തിനോ ഘടകകക്ഷികൾക്കോ തന്റെ വസതിയിൽ നിന്ന് കാണാൻ പറ്റില്ലെന്ന് ചുരുക്കം. അല്ലെങ്കിൽ ഇനി അഥവാ പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞാൽ പിണറായിക്ക് ഈ MLA ഹോസ്റ്റലിലെ ഫ്ളാറ്റും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. താമസം അങ്ങോട്ട് മാറേണ്ടി വരും. വെറുമൊരു MLA ആയി പിണറായിക്ക് തുടരേണ്ടി വരും. കാരണം പാർട്ടി നിയോഗിക്കുന്ന മറ്റൊരു നേതാവാകും പിന്നെ കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രതിപക്ഷ നേതാവായി താമസിക്കേണ്ടത്. അത് സ്വാഭാവികമാണ്. CMRL ഡയറക്ടറുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും ചോദ്യം ചെയ്യൽ അങ്ങനെ ഇഡി മറ്റൊരു വഴിക്ക് തുടരുകയാണ്. CMRL ഡയറക്ടർ ശശിധരന്റെ മകനും മറ്റുദ്യോഗസ്ഥരെതിരെ കർത്തയുടെ മകൻ ശരണിനെ കഴിഞ്ഞ ദിവസവും ഇഡി കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഇതിനു മുമ്പ് പലതവണയാണ് ശരണിനെ ചോദ്യം ചെയ്തത്.
വീണയെ 2 തവണ വിളിപ്പിച്ചു. ഈ ആഴ്ച വീണ്ടും വിളിപ്പിക്കുമെന്ന് സൂചനയുണ്ട്. ആഴ്ച അവസാനം വീണയെ വിളിക്കുന്നതിന് മുമ്പ് ശരണിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യവും ഇടിക്കുണ്ട്. വീണ തനിക്കൊന്നും അറിയില്ലെന്ന് 2 തവണയും പറഞ്ഞപ്പോഴും മറ്റാരെങ്കിലുമാണോ വീണയ്ക്കായി കമ്പനി ഉണ്ടാക്കിയതെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്നുമുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഈ സാഹചര്യത്തിലാണ് ഇഡിയുടെ പഴുതടച്ച് നീക്കുന്നത്. അപ്പോൾ വീണയ്ക്കും തന്റെ മനസ്സിലുള്ളത് സംഭവിച്ചത് എന്താണ്, ആരാണ് തന്റെ പിന്നിലുള്ള ശക്തി, ഇതൊക്കെ വ്യക്തമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തുറന്നു പറയേണ്ടി വരും.